ഈ വീഡിയോയിൽ കണ്ടപ്പോഴത്തെ ലെഗ് നിങ്ങൾക്ക് തരാൻ ഞാൻ പറയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതേപോലത്തെ ലെഗ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റായിരിക്കുന്നില്ല, നല്ലപോലെ വർക്ക് ചെയ്താൽ പറ്റും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നല്ലപോലെ ലെഗിൻ്റെ വർക്കൗട്ടിലൊക്കെ കറക്റ്റ് ഫുൾ ഫോമിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കൗട്ടാണ് സ്കോട്ട് വർക്കൗട്ട്. ആ സ്കോട്ട് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ലെഗിന് നല്ല ചേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കൗട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഫോം ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. ലെഗ് വർക്കൗട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കൗട്ടാണ് സ്കോട്ട്. എല്ലാവരും സ്കോട്ട് ചെയ്യാറുണ്ട്, പക്ഷേ പലരും സ്കോട്ട് പ്രോപ്പർ അല്ല. ഫുൾ മോഷൻ ഫുൾ ഇരുന്നടിച്ചാലാണ് നമുക്ക് നമ്മുടെ ലെഗിനൊക്കെ ചേഞ്ച് കിട്ടുള്ളൂ. ഹാഫ് സ്കോട്ട് ആയാലും അല്ലെങ്കിൽ എന്ത് സ്കോട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് വരണമെങ്കിൽ അതിന് ഫുൾ ഇരുന്ന് എണീറ്റ് അടിച്ചാലാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുക. പിന്നെ കുറേ വെയിറ്റ് കയറ്റേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, മിനിമം ഞാനൊക്കെ സ്പോട്ടൊക്കെ ചെയ്യുന്ന മാക്സിമം വൺ സൈഡ് 20-30 കിലോ. പക്ഷേ ഫുൾ ഇരുന്നടിച്ച് എനിക്ക് ഇത്ര ലെഗ് ഇത്ര ചേഞ്ച് വന്നു. അപ്പോൾ അതുപോലെ നിങ്ങളവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട്. ഇത് ഞാൻ ആ വർക്കൗട്ട് കാണിച്ചു തരാം. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസിലൊരു റിസൾട്ടാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, വാ. നമ്മൾ പ്രോപ്പർ പോസ്റ്റിൽ ഏതാണെങ്കിൽ ക്ലോസ് ആണെങ്കിൽ ക്ലോസ്, വൈഡ് ആണെങ്കിൽ വൈഡ്. ഞാൻ ഇപ്പോൾ ക്ലോസ് ആണ് കൂടുതൽ ചെയ്യാറ്. ഇത് മിഡിൽ റേഞ്ചിൽ വെച്ചിട്ട് മാക്സിമം ഫുള്ളി ഇരുന്നിരിക്കുക. നമ്മൾ കാഫ്സും തൈസും മറ്റേ ആംസ്ട്രിങ്ങും കൂട്ടി ഇരുന്നിട്ട് ഫുള്ളി എണീക്കുക. ഈ സ്കോട്ടിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വർക്കൗട്ട് ടിപ്സ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.